Hey guys, this is Charlie Bob. Welcome back to my channel. അപ്പോൾ കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ ജർമ്മനിയിൽ വന്നിട്ട് ഞാൻ എന്താണ് ഇവിടെ ചെയ്യുന്നത്, മാസ്റ്റേഴ്സ് ഏത് സബ്ജക്റ്റ് ആണ്, എവിടെയാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്, അങ്ങനത്തെ ഡീറ്റെയിൽസിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്നത്തെ എന്റെ വ്ളോഗിൽ ഞാൻ ഏത് ഏജൻസി ത്രൂ ആണ് ജർമ്മനിയിൽ വന്നത്, അങ്ങനത്തെ കുറച്ച് ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. എന്തൊക്കെ പ്രൊസീജിയർ ആണ് ഈ ഒരു 1 ഇയർ ഞാൻ ചെയ്തത്, അങ്ങനത്തെ കാര്യങ്ങളാണ് ഇന്നത്തെ വ്ളോഗിൽ ഞാൻ പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, ഇത് ഏജൻസിക്ക് വേണ്ടിയുള്ള ഒരു പ്രൊമോഷൻ അല്ല. ഈ ഒരു വീഡിയോയിൽ എനിക്ക് ഫീൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറയുന്നത്. അത് അഡ്വാൻറ്റേജസും ഉണ്ട്, ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. സോ ഏജൻസിയുടെ ഒരു പ്രൊമോഷൻ അല്ല ഇത്. ഞാൻ ആരെയും നിർബന്ധിക്കില്ല നിങ്ങൾ ഈ ഏജൻസി വഴി പോകണമെന്നുള്ള കാര്യം. ഞാൻ ചൂസ് ചെയ്ത ഏജൻസിയും എന്റെ എക്സ്പീരിയൻസും ആണ് ഞാൻ ഈ വ്ളോഗിൽ ഷെയർ ചെയ്യുന്നത്. സോ നമുക്ക് വ്ളോഗിലേക്ക് പോവാം. അപ്പൊ ഞാൻ ചൂസ് ചെയ്ത ഏജൻസി GB ആയിരുന്നു. GB ഏജൻസി കുറെ പേർക്ക് അറിയായിരിക്കും. പാല, കൊച്ചിയിലൊക്കെ ബ്രാഞ്ച് ഉള്ള ഒരു ഏജൻസിയാണ് GB എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു GB ഏജൻസിയിൽ ഞാൻ ആദ്യമേ ഒരു ചേച്ചീനെ കോണ്ടാക്ട് ചെയ്തിരുന്നു. ആ ചേച്ചീന്റെ നമ്പർ ഞാൻ ഇവിടെ കൊടുക്കാം. ഷാലു എന്നാണ് ആ ചേച്ചീന്റെ പേര്. ആ ചേച്ചിയും ഞാൻ ഇങ്ങനെ ചേച്ചീന്റെ അടുത്ത് പറഞ്ഞിരുന്നു, ഞാനിപ്പോ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആളാണ്, അപ്പം എനിക്കിങ്ങനെ ജർമ്മനി നോക്കാൻ താല്പര്യമുണ്ട്. ഞാൻ വേറെ കുറെ അധികം കൺട്രീസും പുള്ളിക്കാരുടെ അടുത്ത് പറഞ്ഞിരുന്നു. അപ്പൊ ചേച്ചി ഇങ്ങനെ കുറെ നമുക്ക് ഡീറ്റെയിൽസ് തരും. നമുക്ക് ഏത് കൺട്രീസ് ആണോ വേണ്ടത്, ബെറ്റർ ആണെന്ന് തോന്നുന്ന ഓപ്ഷൻസും, നമുക്ക് കുറച്ച് ഇപ്പൊ ഈ സബ്ജക്ട്സ് ഒക്കെ നല്ലതാണെന്ന് പറയുന്ന കുറെ ഓപ്ഷൻസ് ഒക്കെ അവർ ആദ്യം അയച്ചു തരും. എന്നിട്ട് നമ്മൾ അത് റെഫർ ചെയ്യണം. നമുക്ക് ഏതാണ് കംഫർട്ടബിൾ എന്നുള്ള രീതിയിൽ നമ്മൾ നോക്കണം. അങ്ങനെ ഞാൻ ഫൈനലൈസ് ചെയ്താണ് ജർമ്മനി. ഓക്കെ, ജർമ്മനി തന്നെ പോവാം. പിന്നെ എന്റെ വേറൊരു ഓപ്ഷൻ ആയിരുന്നു അയർലൻഡ് എന്നുള്ളത്. കാരണം നമ്മൾ ഈ ഒരു എബ്രോഡ് പോവാൻ നോക്കുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് നമ്മളുടെ സബ്ജക്ട് വെച്ച് റെഫർ ചെയ്യണം. ചിലരുടെ ഒരു മെന്റാലിറ്റി ഉണ്ട്, ഇപ്പൊ നമ്മൾ പഠിക്കാതെ ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു എളുപ്പമുള്ള, ഇവിടെ കുറെ എളുപ്പമുള്ള സബ്ജക്ട് എടുത്ത് വരുന്നവരുണ്ട്. ഇപ്പൊ നമ്മൾ കേട്ടിട്ട് ഇപ്പൊ നമുക്ക് ഭയങ്കര കുഞ്ഞു കുഞ്ഞു സബ്ജക്ട് ഉണ്ട്, സസ്റ്റൈനബിൾ, അപ്പൊ അങ്ങനത്തെ കുറെ ചെറിയ ചെറിയ സബ്ജക്ട് എടുത്ത് വരുന്നവരുണ്ട്. അപ്പൊ അവർക്ക് എങ്ങനെയും മാസ്റ്റേഴ്സ് ഡിഗ്രി വേണം, ഇവിടെ മേ ബി കുറച്ച് നാൾ പാർട്ട് ടൈം ചെയ്ത് നിൽക്കണം, അങ്ങനത്തെ ഉള്ള മെന്റാലിറ്റി ആണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് എന്തായാലും എന്റെ കോഴ്സിൽ ഞാൻ പഠിച്ച സാധനത്തിന് തന്നെ വരണമെന്നുണ്ടായിരുന്നു. കാരണം വേറെ എനിക്ക് ഒരു ബന്ധമില്ലാത്ത ഒരു കോഴ്സ് എടുത്ത് വന്നിട്ട് അതിന് ഇനി എങ്ങാനും ഫ്യൂച്ചറിൽ യൂസ് ആവാണ്ട് പോകും, അങ്ങനത്തെ ഉള്ള ഒരു ഓവർ തിങ്കിങ് ആയിരുന്നു എനിക്ക്. അപ്പൊ സോ ഞാൻ ഈ ഏജൻസിയുടെ അടുത്ത് ആകെ കൊടുത്തിരുന്ന ഒരു ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ എനിക്ക് മൈക്രോ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ നാനോ ടെക്നോളജി ഇത് കിട്ടിയാൽ കൊള്ളാന്നുണ്ട്. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഈ യൂണിവേഴ്സിറ്റി, പിന്നെ ഞാൻ കൊടുത്തിരുന്ന കുറച്ച് യൂണിവേഴ്സിറ്റിയുടെ പേരുണ്ട്, ഇവിടെ കിട്ടാൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവരുടെ ക്രൈറ്റീരിയ നമുക്ക് അയച്ചു തരും. ഇതൊക്കെയാണ് ഇവരുടെ ക്രൈറ്റീരിയ എന്നുള്ള രീതിയിൽ നമുക്ക് ഇവരുടെ ഡീറ്റെയിൽസ് അയച്ചു തരും. അപ്പൊ അതാണ് ഞാൻ ഗ്രാജുവേഷൻ കഴിഞ്ഞപ്പോൾ തന്നെ ആദ്യമേ ചെയ്ത ഒരു കാര്യം. അത് കഴിഞ്ഞപ്പോൾ മനസ്സിലായി, നമുക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് IELTS സ്കോർ വേണം. ഒന്നെങ്കിൽ നമുക്ക് IELTS പാസ് ആവണം, അല്ലെങ്കിൽ നമുക്ക് ജർമ്മന്റെ A1 പാസ് ആവണം. സോ ഞാൻ IELTS ആണ് പ്രിഫർ ചെയ്തത്. IELTS നമുക്ക് 6.5 മിനിമം വേണം ജർമ്മനിയിൽ പോവാൻ. ബട്ട് ഇതൊരു മിനിമം ആണ്. നിങ്ങൾക്ക് എത്രത്തോളം കൂടുതൽ കിട്ടുന്നു അത്രത്തോളം നിങ്ങൾക്ക് ഓരോരോ യൂണിവേഴ്സിറ്റിയിൽ കിട്ടാനുള്ള ചാൻസസും കൂടുതലാണ്. സോ അങ്ങനെ ഞാൻ IELTS പോയിട്ട് ജൂൺ ജൂലൈ IELTS പഠിച്ചിട്ട് പിന്നെ IELTS പോയി എഴുതി, IELTS പാസ്സായി. IELTS കിട്ടിക്കഴിഞ്ഞപ്പം ആ ഒരു സെയിം ടൈമിൽ തന്നെ നമ്മുടെ APS സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്. അതിന് നമ്മൾ അപ്ലൈ ചെയ്തിടണം. അത് പലർക്കും പല ടൈം കൊണ്ടാണ് ആ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്കൊരു 20 ദിവസത്തിനുള്ളിൽ APS സർട്ടിഫിക്കറ്റ് കിട്ടിയിരുന്നു. APS നമുക്ക് തന്നെ അപ്ലൈ ചെയ്യാവുന്നേ ഉള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഏജൻസിയുടെ സഹായം വേണമെങ്കിൽ ഏജൻസി ത്രൂ അപ്ലൈ ചെയ്യാം. ഈ ഒരു ഏജൻസിയിൽ ഞാൻ കൊടുത്തപ്പം അവരെനിക്ക് വിശദമായിട്ടുള്ള വോയിസ് മെസ്സേജ് സെൻഡ് ചെയ്തിരുന്നു. നമ്മളിങ്ങനെ APS സൈറ്റിൽ കയറുമ്പോൾ തന്നെ ഓരോരോ പേജസ് വരും, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, ഓരോരോ പേജസ് ഉണ്ട്, എന്തൊക്കെയാണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പൊ ഇവർ നമുക്കൊരു വോയിസ് മെസ്സേജ് ആദ്യം അയച്ചു തരും. നിങ്ങൾ അവിടെ എന്തൊക്കെയാണ് ഫില്ല് ചെയ്യേണ്ടതെന്നുള്ള ഒരു പെർഫെക്റ്റ് വോയിസ് മെസ്സേജ് ഇവർ നമുക്ക് അയച്ചു തരും. അത് വെച്ചിട്ട് നമുക്ക് തനിയെ ചെയ്യാവുന്നുള്ളൂ APS. അങ്ങനെ 20 ദിവസത്തിനുള്ളിൽ എന്റെ APS സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടി. അങ്ങനെ ഞാൻ IELTS APS കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ആപ്ലിക്കേഷൻ വെക്കുക എന്നുള്ളതാണ്. ആ ആപ്ലിക്കേഷൻ വെക്കുന്നതിന് ഏജൻസിന്റെ ഒരു ഫീ ഉണ്ടായിരുന്നു. ആപ്ലിക്കേഷൻ വെക്കുന്നതിന്റെ ഫീ 15K ആയിരുന്നു ഞാൻ അപ്ലൈ ചെയ്തിരുന്ന സമയത്ത്. ഇത് എല്ലാവർക്കും സെയിം ആണോ എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അപ്ലൈ ചെയ്ത സമയത്ത് 15K ആയിരുന്നു. ഈ 15Kയുടെ ഉള്ളിൽ അവരൊരു 6 യൂണിവേഴ്സിറ്റി അപ്ലൈ ചെയ്യും, ഇങ്ങനെയായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പം അതിൽ അവർ അപ്ലൈ ചെയ്തു. നമ്മൾ കൊടുക്കുന്ന കോഴ്സും കാണും, അല്ലാതെ ഇവർ തരുന്ന ഒരു ഓപ്ഷൻസും കാണും, ഇവിടെ കിട്ടാൻ ചാൻസ് കൂടുതലാണ്, അങ്ങനെ പറഞ്ഞ് ഇവർ തരുന്ന ഓപ്ഷൻസും കാണും. നമുക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം നമുക്ക് അത് അക്സെപ്റ്റ് ചെയ്യാം. അങ്ങനെയുള്ള രീതിയിൽ യൂണിവേഴ്സിറ്റീസ് ഓപ്പൺ ആവുന്ന അനുസരിച്ച് അപ്ലൈ ചെയ്ത് തുടങ്ങി. ഇത് ഞാനിപ്പോ സമ്മർ ഇൻടേക്ക് ആണ് നോക്കിയത്. അതായത് 2025 മെയ്യിൽ ഞാൻ പാസ് ഔട്ട് ആയി. 2026 സമ്മറിൽ വരാന്നുള്ള രീതിയിലാണ് നോക്കിയത്. ഇപ്പൊ 2026 സമ്മറിലെ ഇത് ഓപ്പൺ ആയി തുടങ്ങിയത് എനിക്ക് തോന്നുന്നു നവംബറിലൊക്കെയാണ് ഓപ്പൺ ആയി തുടങ്ങിയത്. അപ്പൊ ആ ഒരു സമയം തൊട്ട് ഞാൻ അപ്ലൈ ചെയ്ത് തുടങ്ങി. അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു വെയിറ്റിംഗ് പീരീഡ് ആണ്. ഈ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കുറേ സാധനങ്ങൾ ഇതിന്റെ ഇടയിൽ കൂടെ പ്രിപ്പയർ ചെയ്യാനുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കോളേജിൽ പോയി കളക്ട് ചെയ്യേണ്ട ഡോക്യുമെന്റ്സ് ഉണ്ട്. നമ്മളുടെ TC,
ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ, 2 ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ വേണമായിരുന്നു. ഒരെണ്ണം ഞാൻ എന്റെ ക്ലാസ് ടീച്ചറിന്റെയും ഒരെണ്ണം ഞാൻ എന്റെ HODന്റെയും ഒരെണ്ണം ഞാൻ എന്റെ പ്രിൻസിപ്പാളിന്റെ ആണ് വാങ്ങിയത്. അപ്പൊ അങ്ങനെ 2 ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ വാങ്ങി. അതുപോലെ തന്നെ നമ്മൾ SOP, ലെറ്റർ ഓഫ് മോട്ടിവേഷൻ, ഇങ്ങനെ കുറെ അധികം ഡോക്യുമെന്റ്സ് ഇതിന്റെ ഇടയിൽ കൂടെ നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട്. ഇതൊക്കെ നമുക്ക് വരുമ്പോ ഇങ്ങനെ ഭയങ്കരമായിട്ട് മടുപ്പ് തോന്നും. അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യാനെല്ലാം ഏജൻസി പക്ക നമ്മളെ ഹെൽപ്പ് ചെയ്യും. കാരണം എല്ലാ കാര്യമാണെങ്കിലും ഡൗട്ട് നമ്മൾ എപ്പോ ചോദിച്ചാൽ, ഈ ശാലു എന്ന് പറഞ്ഞ ചേച്ചി ഞാൻ അത്രയധികം ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ട്. ഞാൻ രാത്രി സമയത്ത്, ഇപ്പോൾ ഒരു ഏജൻസിയുടെ ടൈമിംഗ് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, ഇപ്പൊ രാവിലെ തൊട്ട് വൈകുന്നേരം വരെയാണ് അവരുടെ ഒരു ഓപ്പണിംഗ് അവേഴ്സ് എങ്കിൽ, ഞാൻ രാത്രിയിൽ വിളിച്ചാലും ചേച്ചി ഫോൺ എടുത്തിട്ടുണ്ട്, ചേച്ചി ഡൗട്ട് ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ എനിക്ക് നല്ല സപ്പോർട്ടായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ഏജൻസിന്റെ കാര്യം പറയുവാണെങ്കിൽ, ഓരോരോ പാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോരോ സ്റ്റാഫാണ് ഉള്ളത്. എന്റെ ഈ ചേച്ചീനെ ആയിരുന്നു ഞാൻ ആദ്യമേ കോൺടാക്ട് ചെയ്ത ചേച്ചിയാണ് ഈ ശാലു എന്ന് പറഞ്ഞ ചേച്ചി. അത് കഴിഞ്ഞിട്ട് എന്റെ ആപ്ലിക്കേഷൻ സ്റ്റാഫ് ആയിരുന്നു ഗോപിക എന്ന് പറഞ്ഞിട്ടുള്ള ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചിയാണ് എന്റെ ആപ്ലിക്കേഷൻ ഒക്കെ അയച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ചേച്ചി പറഞ്ഞ ഡോക്യുമെന്റ്സ് ഒക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് വിസ സ്റ്റാഫ് ഉണ്ടായിരുന്നു. ഇപ്പം ഇൻ കേസ് എനിക്കിപ്പോ ഒരു ഓഫർ ലെറ്റർ കിട്ടി, എനിക്ക് ഓഫർ ലെറ്റർ കിട്ടിയത് എനിക്ക് തോന്നുന്നു ജാനുവരി ലാസ്റ്റ് ഓർ ഫെബ്രുവരി ഫസ്റ്റ്, ആ ഒരു സമയത്തായിരുന്നു എനിക്ക് ഓഫർ ലെറ്റർ കിട്ടുന്നത്. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ എനിക്ക് ആദ്യം കിട്ടിയത് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് ഇൻ ജീസൺ ആയിരുന്നു. ജീസൺ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തായിരുന്നു എനിക്ക് ആ ഒരു ഓഫർ ലെറ്റർ വന്നത്. സോ എന്റെ അടുത്ത് ആപ്ലിക്കേഷൻ സ്റ്റാഫ് പറഞ്ഞത്, ഇത് വെച്ച് നമുക്ക് മൂവ് ചെയ്യാം, അതിന്റെ ഇടയ്ക്ക് നമുക്ക് വേറെ ഓഫർ ലെറ്റർ വരുവാണെങ്കിൽ അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ക്വിറ്റ് ചെയ്തിട്ട് അത് വെച്ചിട്ട് പ്രൊസീഡ് ചെയ്യാം, അങ്ങനെയുള്ള രീതിയിലാണ്. അതായത് നമുക്ക് വിസ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ വരെ നമുക്ക് ഓഫർ ലെറ്റർ വരുവാണെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പൊ ഓക്കെ ഫൈൻ, ഞാനിപ്പോ അത് വെച്ച് മൂവ് ചെയ്യാന്നുള്ള ഒരു തീരുമാനത്തിൽ തന്നെ എത്തി. എന്നിട്ട് അത് വെച്ച് മൂവ് ചെയ്തിട്ട് പിന്നെ നമ്മളുടെ വിസ പ്രോസസ്സിങ്, വിസയ്ക്ക് വേറെ സ്റ്റാഫ് ആയിരുന്നു, വിസ പ്രോസസ്സിങ് ചെയ്തു. അപ്പൊ വിസയുടെ കാര്യങ്ങൾ നമ്മുടെ ബ്ലോക്ക്ഡ് അക്കൗണ്ട് വെച്ചു. പിന്നെ ബ്ലോക്ക്ഡ് അക്കൗണ്ടിന്റെ ഒക്കെ പൈസ വേണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഞാൻ പറയാം. ബ്ലോക്ക്ഡ് അക്കൗണ്ട് എനിക്ക് 13 lakh സംതിങ് ആയിരുന്നു ബ്ലോക്ക്ഡ് അക്കൗണ്ട് വെക്കേണ്ട വന്നത്. ഞാൻ ചോദിക്കുന്ന സമയത്ത് ഇതിലും കുറവായിരുന്നു. മൊത്തത്തിൽ ഒരു 15 lakhൽ തീരുമെന്നാണ് വിചാരിച്ചത്. അപ്പം ബ്ലോക്ക്ഡ് അക്കൗണ്ട് വെക്കേണ്ടത് ഈ ഒരു 13 lakh സംതിങ് ആണ്. അത് ബ്ലോക്ക്ഡ് അക്കൗണ്ട് വെച്ച് കഴിഞ്ഞാലാണ് ഇവർ നമ്മുടെ വിസയ്ക്കുള്ള ബാക്കി പ്രൊസീജിയേഴ്സ് ചെയ്യത്തുള്ളൂ. അപ്പൊ വിസയിൽ നമ്മൾ VFSC ഡേറ്റ്, അതായത് VFSCയിൽ പോയിട്ട് നമ്മൾ വിസയ്ക്കുള്ള സ്ലോട്ട് കിട്ടുവാണെങ്കിൽ പിന്നെ ഒരു കറക്റ്റ് 10 ദിവസത്തിൽ ഞങ്ങളുടെ വിസ വന്നിരുന്നു. എനിക്കും എന്റെ ഒരു ഫ്രണ്ടിനും കറക്റ്റ് 10 ദിവസത്തിൽ വിസ വന്നിരുന്നു. അപ്പം അങ്ങനെ വിസ കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് വിസ വന്നത് ഏപ്രിൽ 1 തൊട്ടെന്നുള്ള രീതിയിലായിരുന്നു. അപ്പം 5-ന് പോകുമായിരുന്നെങ്കിൽ എനിക്ക് കറക്റ്റ് 7-ന് ഇവിടെ ക്ലാസ്സിൽ വരായിരുന്നു. ബട്ട് ഞാൻ കുറച്ചും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് 10-ാം തീയതി ആണ് വന്നത്. പിന്നെ 13, അതായത് 7-ന് ക്ലാസ് തുടങ്ങി 13-ാം തീയതി തൊട്ടാണ് ഞാൻ ക്ലാസ്സിൽ പോയത്. അപ്പൊ ഇങ്ങനെയായിരുന്നു എന്റെ ഒരു ഏജൻസി ആയിട്ടുള്ള ഒരു ജേർണി പോയിക്കൊണ്ടിരുന്നത്. പിന്നെ എനിക്കൊരു ഏജൻസിയുടെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്, ചില കാര്യത്തിൽ നമ്മളിങ്ങനെ ഓവറായിട്ട് അവർ പ്രഷർ ചെയ്യേണ്ട പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് ഇപ്പം എന്റെ ഒരു പേഴ്സണൽ കാര്യത്തിൽ എനിക്ക് എൻറോൾമെന്റ് ആയിട്ടില്ലായിരുന്നു. എനിക്ക് ഈ ബ്രൗൺഷ്വേഗ്, അതായത് TU ബ്രൗൺഷ്വേഗിൽ എനിക്ക് ഓഫർ ലെറ്റർ വന്നു കഴിഞ്ഞിട്ട് നമ്മളുടെ ഫീ അടയ്ക്കണം. നമ്മൾ സെമസ്റ്റർ ഫീ അടച്ചു കഴിയുമ്പം നമുക്ക് എൻറോൾമെന്റ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കിട്ടും. ഈ ഒരു എൻറോൾമെന്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലാണ് നമുക്ക് ഇവിടെ ഒരു സ്റ്റുഡന്റ് സ്റ്റാറ്റസ് മെയിൻ ആയിട്ട് ഉണ്ടാവും. അപ്പൊ ആ ഒരു കാര്യത്തിൽ എനിക്ക് കുറച്ചധികം ടെൻഷൻ എടുക്കേണ്ടി വന്നു. കാരണം എൻറോൾമെന്റ് സർട്ടിഫിക്കറ്റ് അത് ആക്ച്വലി ഏജൻസിയുടെ ഒരു മിസ്റ്റേക്ക് അല്ല. ഏജൻസിയിൽ നമ്മൾ ചോദിക്കുമ്പോൾ ഇവരിത് അയച്ചിട്ടുണ്ട്, M10 നോട്ടിഫിക്കേഷൻ അവിടെ ചെന്നിട്ടില്ല, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഒരു M10 നോട്ടിഫിക്കേഷൻ പറഞ്ഞൊരു ഇലക്ട്രോണിക് നോട്ടിഫിക്കേഷൻ ഉണ്ട്. അത് നമ്മളുടെ ഇൻഷുറൻസ് കമ്പനിയും ഈ യൂണിവേഴ്സിറ്റി ഒക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കുന്ന എന്തോ ഒരു സംഭവമാണ്. അപ്പം ഇതെല്ലാം കംപ്ലീറ്റ് ആയാലാണ് നമുക്ക് നമ്മുടെ എൻറോൾമെന്റ് സർട്ടിഫിക്കറ്റ് കിട്ടത്തുള്ളൂ. എൻറോൾമെന്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലാണ് നമുക്ക് ഇവിടെയുള്ള പല കാര്യങ്ങളും ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് നിങ്ങൾക്കിപ്പം ജർമ്മനിയിലുള്ള ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അറിയാം, നമുക്കിപ്പോൾ ജർമ്മനിയിൽ വന്നാൽ നമുക്ക് ജർമ്മനിയിൽ ട്രാവൽ ചെയ്യണമെങ്കിൽ ഡോഷ്ലൻഡ് ടിക്കറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടിക്കറ്റ് വേണം. അത് നമുക്ക് ബസ് ആയിക്കോട്ടെ, ട്രാം ആയിക്കോട്ടെ, ട്രെയിൻ ആയിക്കോട്ടെ, എവിടെ ട്രാവൽ ചെയ്യണമെങ്കിലും ഡോഷ്ലൻഡ് ടിക്കറ്റ് വേണം. ചില യൂണിവേഴ്സിറ്റീസ് അത് പ്രൊവൈഡ് ചെയ്യും, ചില യൂണിവേഴ്സിറ്റീസ് അത് പ്രൊവൈഡ് ചെയ്യില്ല. അപ്പം എന്റെ യൂണിവേഴ്സിറ്റിയിൽ ഓൾറെഡി അവർ ഡോഷ്ലൻഡ് ടിക്കറ്റ് കൊടുക്കുന്നുണ്ട്. പക്ഷെ പ്രൊവൈഡ് ചെയ്യാത്ത യൂണിവേഴ്സിറ്റീസ് ആണെങ്കിൽ നമ്മളത് €63 കൊടുത്തിട്ട് പിന്നെ അത് വാങ്ങേണ്ട വരും, അഡീഷണൽ ആയിട്ട് നമ്മൾ വാങ്ങേണ്ടി വരും. അപ്പൊ എനിക്ക് എൻറോൾമെന്റ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തത് കൊണ്ട് എനിക്ക് €63 കൊടുത്തിട്ട് ആ ഒരു ഡോഷണൽ ടിക്കറ്റ് ആദ്യത്തെ മാസം വാങ്ങേണ്ടി വന്നു. അപ്പം ഞാൻ ഏജൻസിയിൽ പ്രഷർ ചെയ്ത് കഴിഞ്ഞപ്പം പെട്ടെന്ന് ആ ഒരു പ്രോബ്ലം സോൾവ് ആയതുപോലെ എനിക്ക് തോന്നി. ഞാൻ കുറച്ചും കൂടെ നേരത്തെ അവരെ കുറച്ചും കൂടെ പ്രഷർ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ എനിക്ക് ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ എൻറോൾമെന്റ് സർട്ടിഫിക്കറ്റ് കിട്ടൂ എന്നുള്ള ഒരു തോട്ട് എനിക്ക് വന്നിരുന്നു. സോ അങ്ങനത്തെ ഒരു കാര്യം മാത്രമാണ്. അതിപ്പം ഏത് ഏജൻസി ആണെങ്കിലും അങ്ങനെ ഒരു പ്രശ്നം വരുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അവർക്ക് ഇത്രയും സ്റ്റുഡൻസിന്റെ കാര്യം ഡീൽ ചെയ്യണല്ലോ. സോ നമ്മൾക്ക് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ അവരുടെ പുറകെ കുറച്ച് പ്രഷർ ചെയ്ത് നടക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് മാത്രമാണ് എനിക്ക് ആകെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളൂ. നമ്മളെപ്പം അവരുടെ അടുത്ത് ചോദിച്ചാൽ അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള റിപ്ലൈ ഉണ്ട്, നമുക്ക് വേണ്ട മറുപടി അവർ തരുന്നുണ്ട്. അല്ലാതെ വേറെ ഒരു ബുദ്ധിമുട്ടും എനിക്ക് ഏജൻസിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. പിന്നെ ഞാനിവിടെ സ്റ്റേ കണ്ടുപിടിച്ചത്,
ഞാൻ തന്നെത്താനെയാണ് കണ്ടുപിടിച്ചത്. ഏജൻസി ത്രൂ അല്ല ഞാൻ സ്റ്റേ കണ്ടുപിടിച്ചത്. ഏജൻസി ത്രൂ ആണെങ്കിൽ ഈ ഏജൻസി സ്റ്റേയും നമുക്ക് അറേഞ്ച് ചെയ്ത് തരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോ ഒറ്റയ്ക്കാണ് വരുന്നതെങ്കിൽ പിക്കപ്പ് ചെയ്യാനും ആൾക്കാരെ ഇവർ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ എല്ലാ സർവീസിനും വൺ ഓഫ് ദ ബെസ്റ്റ് ഏജൻസി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ ഈ പറഞ്ഞൊരു കാര്യം മാത്രമാണ് എന്റെ എക്സ്പീരിയൻസിൽ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ബുദ്ധിമുട്ട്, അല്ലാതെ വേറെ ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അപ്പൊ താങ്ക് യു സോ മച്ച്, എസ്പെഷ്യലി ഷാലു എന്ന് പറഞ്ഞ ചേച്ചിയുടെ അടുത്ത് ഞാൻ എപ്പോഴും ബുദ്ധിമുട്ടിച്ചോണ്ടിരുന്നത്. ബാക്കി ചേച്ചിമാരെയൊക്കെ എല്ലാവരോടും ഭയങ്കര താങ്ക്സ് ഉണ്ട്. കാരണം ഇവിടെ എനിക്ക് വേറെ ഒരു പ്രശ്നമില്ലാണ്ട് ഇവിടെ ജർമ്മനിയിൽ എത്താൻ പറ്റി. അപ്പൊ ആ കാര്യത്തിൽ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. സോ താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ ജർമ്മനിയെ പറ്റിയുള്ള കൂടുതൽ വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയാനുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ആണെങ്കിൽ ഇതുപോലെ ഇഷ്ടമുണ്ടെങ്കിൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ ഗൈസ് ആൻഡ് കീപ് സപ്പോർട്ടിങ്. ബൈ.